അവന്മാർ ഇതുവരെ പോയിട്ടില്ല. അസൂയ. ആദ്യ രാത്രി രണ്ടാമത്തെ ദിവസം മതിയെന്ന് അവന്മാര് പറയുന്നു. കൂട്ടുകാരാന്ന് പറയട്ടെ എന്താ കാര്യം? എന്നേക്കാൾ മുമ്പേ കല്യാണവും കഴിച്ച് 2-3 കൊച്ചുങ്ങളുടെ തന്തയാവന്മാരാ അവര്. ഇരിടോ. ആദ്യ രാത്രിയിൽ വ്രീളാമുഖിയായിരിക്കുന്ന മണവാട്ടി എന്നൊക്കെ പുസ്തകത്തിൽ വായിക്കാൻ കൊള്ളാം. കാലം മാറിയില്ലേ? നാശം. സ്വർഗത്തിലെ കട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതിതാണ്. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അപ്പുറത്തെ പെണ്ണുങ്ങളുടെ നോക്കിയായിരുന്നു. അതെങ്ങനെ? മണവാട്ടിയെ മണവാളിന്റെ അടുത്തല്ലേ നോക്കേണ്ടത്, അല്ലേ ജയമേ? നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നീ കിടക്കായിരിക്കും. എന്താ അസുഖം? എന്നിട്ടെന്താ എന്നോട് പറഞ്ഞില്ലേ? ഓ പിന്നെ, പെണ്ണുങ്ങളുടെ എല്ലാ അസുഖം ആണുങ്ങളോട് പറയാൻ പറ്റുമോ? അതും പരിചയപ്പെട്ടിട്ട് നേരത്തോട് നേരെ ആവുന്നതിന് മുമ്പ് അല്ലേടി? ഓ അതാണോ? എന്റെ ഭാഗത്ത് ഒരു ശല്യം ഉണ്ടാവത്തില്ല. വേണ്ട വേണ്ട, ആണുങ്ങളെ എനിക്കറിയാം. ഇന്ന് അവൾ എന്റെ കൂടെ കിടക്കട്ടെ. ഇത്രയും കാലം ഒറ്റയ്ക്ക് കിടക്കാമെങ്കിൽ പിന്നെയാണോ ഈ ഒരു ദിവസം? ഒരു ദിവസമല്ല, 4 ദിവസം ഇതിന്റെ ഒരു കടക്ക്. കുഞ്ഞിച്ചൻ കിടന്നോ? നീ വാ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ട് കട്ടിലേക്ക് വീണ ആ നിമിഷം ഉറങ്ങുന്ന എന്റെ സ്വഭാവം. പക്ഷെ ഇന്നലെ ഞാനും ഉറങ്ങിയില്ല. ചേട്ടത്തി ഇന്നലെ കൊല്ലാനുള്ള കലിയുണ്ടായിരുന്നു എനിക്ക്. ഇടയ്ക്ക് ഉണർന്നപ്പോഴൊക്കെ ഞാൻ ഉറങ്ങാതെ കിടക്കുന്ന കണ്ട് ചേച്ചി ഇന്നലെ എന്നെ 2-3 വട്ടം വഴക്ക് പറഞ്ഞു. അവർക്കൊക്കെ പറയാം, ഈ ദിവസങ്ങളിലൂടെ അവരും കടന്നുപോയെന്ന് അവരൊക്കെ ഓർമ്മിക്കാത്തെന്താ? കല്യാണമേ വേണ്ടെന്ന് വെച്ച് നടന്നവനാ ഞാൻ. ചേട്ടത്തി ഒരാളുടെ നിർബന്ധം കൊണ്ടാ ഇപ്പോഴെങ്കിലും ഇത് സമ്മതിച്ചത്. ഫുട്ബോളിൽ വലിയ കളിക്കാരനായിരുന്നു അല്ലേ? വീട്ടിൽ കാശുള്ളതുകൊണ്ടാ. ഇന്ത്യയിലെ വൻകിട കമ്പനികളൊക്കെ 1-ാം തരം ജോലിയും കൊണ്ട് എന്റെ പുറകെ നടന്നതാ. ഞാൻ ടി വി കണ്ടിട്ടുണ്ട്. പറമ്പൊക്കെ ഇഷ്ടായ? എന്ത് പറ്റി? എന്ത് പറ്റി ജയമേ? വേദന സഹിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ നീ കരയാതെ മരുന്ന് കഴിക്കും. ചില പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയാ, മാസത്തിൽ കുറച്ചു ദിവസം ഈ വേദന സഹിച്ചേ പറ്റൂ. കല്യാണം കഴിച്ചാൽ മാറുമെന്ന് ചില ഡോക്ടർമാർ പറയാറുണ്ട്. കരയാതെ. ഇതിനാണോ നീ കിടന്ന് കരയുന്നത്? ഇങ്ങനെ കരയാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലോ. എനിക്ക് വീട്ടിൽ പോണം, ഡോക്ടറെ കാണണം. ഡോക്ടറെ കാണാൻ എന്തിനാ വീട്ടിൽ പോകുന്നത്? ഇവിടെ ഡോക്ടർമാരില്ലേ? വേണേ ഇങ്ങോട്ട് വിളിക്കാം. ഡോക്ടറെ വിളിക്കട്ടെ ജയമേ? പോരാ, എനിക്ക് വീട്ടിൽ പോണം. അവിടെ ഇവളെ സ്ഥിരമായി നോക്കുന്ന ഡോക്ടർ ആവുമ്പോ അതാ നല്ലത്. അതാ അവളീ വീട്ടിൽ പോകണമെന്ന് പറയണത്. സ്ഥിരമായെന്ന് പറഞ്ഞാൽ ജോയമ്മയ്ക്ക് എന്താ അസുഖം? അത് പിന്നെ വീട്ടിലെ കുടുംബ ഡോക്ടറാ. എന്താ ചേട്ടതി, നിങ്ങൾ എന്നിൽ നിന്ന് എന്താ മറച്ചു വയ്ക്കുന്നത്? റേഡിയേഷൻ മുടക്കിയതാണ് ഇപ്പൊ ഇതിങ്ങനെ വർദ്ധിക്കാൻ കാരണം. മുടങ്ങാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ തന്നെ രോഗം വർദ്ധിക്കാതിരിക്കേണ്ടതാണ്. രോഗത്തിന്റെ തുടക്കത്തിലെ ഒരു അമ്മയാകാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോ ശാരീരിക ബന്ധവും പറ്റില്ല. രോഗിക്ക് ദുസ്സഹമായ വേദന അനുഭവപ്പെടും. ഇനിയിപ്പോ ഒരു മാർഗമേ ഉള്ളൂ, യൂട്രസ് റിമൂവ് ചെയ്യുക, ഡയാലിസിസ് നടത്തുക, മരുന്ന് മുടങ്ങാതെ കഴിക്കും. നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് എന്താ കാര്യം? രോഗം ആർക്കാ വന്നുകൂടാത്തത്? ഇത് നിനക്കായിരുന്നെങ്കിൽ അവള് സഹിക്കണ്ടേ? അവക്ക് വന്നാ നീയും സഹിക്കണം. എന്റെ മുമ്പിൽ നിന്ന് പോകുന്നുണ്ടോ ഞങ്ങള്?
നീ എന്തിനാ എന്നെ നേരെ ചൂടാവുന്നത്? ഞാനെന്ത് ചെയ്തിട്ടാ? നിനക്കൊക്കെ നല്ലത് വരാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നിത്യരോഗിയായ അനിയത്തി എന്റെ തലയെ കെട്ടിവെച്ചത് എനിക്ക് നല്ലത് വരാനാണല്ലേ? കർത്താവേ, നീ ദൈവദോഷം പറയരുത്. 10-13 കൊല്ലം മുൻപ് നിന്റെ അമ്മയുടെ സ്ഥാനത്ത് ഈ വീട്ടിൽ കയറി വന്നോളാം ഞാൻ. അതെ, എന്റെ അമ്മയുടെ സ്ഥാനത്ത് നിങ്ങളെ കണ്ടതാ എനിക്ക് പറ്റിയ തെറ്റ്. കാള കളിച്ചിരുന്ന നിനക്കേ ഒരു കുടുംബവും നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരാൻ ശ്രമിച്ചതാ എനിക്ക് പറ്റിയ അബദ്ധം. എന്നെ നന്നാക്കാനോ അതോ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനോ? സ്വത്തുക്കൾ കൈമറിഞ്ഞു പോകാതിരിക്കാൻ, അനിയത്തിക്ക് ഒരു ഭർത്താവ് ഉണ്ടാകാൻ, അതായിരുന്നില്ലേ നിങ്ങളുടെ ലക്ഷ്യം? അതിനല്ലേ നിങ്ങൾ എന്നെ ബലിയാടാക്കിയത്? ഇതിനൊക്കെ എന്നോടല്ല നീ തട്ടിക്കറേണ്ടത്. സ്വന്തം ചോരയില്ലേ ചേട്ടൻ? ആ ചേട്ടനോട് ചെന്ന് ചോദിക്കും. എല്ലാരും എനിക്കറിയാം. ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എല്ലാറ്റിനും ഞാൻ ഭാരം ചോദിക്കും. നീ ഞങ്ങളെ എന്ത് ചെയ്യാനാ? അവരോട് ചെയ്ത പാപത്തിന് ദൈവം തന്ന ശിക്ഷയാണെന്ന് വിചാരിച്ചാ മതി. പോകുന്നുണ്ടോ എന്റെ മുമ്പിന്ന്? മാർപ്പാപ്പ തിരുമേനിയുടെ കയ്യിൽ നിന്ന് ഷെവലിയർ പട്ടം വാങ്ങിച്ചിട്ട് കണ്ണിക്കണ്ട കൊള്ളരായ്മകളൊക്കെ ചെയ്ത ഷെവലിയർ പത്തത്തിന്റെ മക്കളല്ലേ നീയൊക്കെ? ചേട്ടാ, കാർ ഇറക്കാൻ പറ. വണ്ടി ഇറക്കാൻ പറ. ഇന്നലെ രാത്രി കുഞ്ഞിട്ട് ശരിക്കും ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. ഉറക്കത്തി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എത്ര ശ്രദ്ധിച്ചിട്ടും എന്താണെന്ന് മനസ്സിലായില്ല. ഇന്നലെ ലേശം കുടിച്ചിരുന്നല്ലേ? ആ, ഇത്തിരി കുടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഒരു പഴയ കൂട്ടുകാരനെ കണ്ടു. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച ദിവസമായിരുന്നു. ഇത്തിരി ലഹരി അകറ്റി ചെന്നപ്പോ ഒരുപാട് ഓർത്തു. ചേർത്തയെ കൊല്ലാൻ വേണ്ടിയല്ല ഞാൻ എറിഞ്ഞത്. ഒന്നും രണ്ടും പറഞ്ഞ് മനസ്സിന്റെ സമനില വിട്ടപ്പോ കൈ കിട്ടിയത് കഴുകന്റെ പ്രതിമയാ. ചേട്ടൻ അത് കൊലയാക്കി മാറ്റി. വർക്കിയെയും വേലക്കാരിയും കൊണ്ട് ചേട്ടൻ കള്ളസാക്ഷി പറയിച്ചു. എല്ലാം എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. ഹായ് ജോർജ്.